എടുത്ത കടം തിരിച്ചു വീട്ടാനകത്ത് കടം കയറി ജപ്തിയാകുന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കിനും മറ്റൊരു വഴിയില്ലാതെ അവളാണെങ്കിൽ ബാങ്ക് മാനേജറുടെ കൂടെ കിടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2017 റിലീസ് ചെയ്ത എബൌട്ട് ലോ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് ഇതിലെ നായികയായിട്ടുള്ള നിനേനെയാണ്. അവളാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ നേരത്തെ പൈസ ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ തിരിച്ചു വെക്കുന്ന ഒരു അവസ്ഥ നിൽക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കിട്ടിയ സാധനങ്ങളുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് അതുവഴി ഒരു കാറ് ഇവളുടെ ദേഹത്തേക്ക് ചെളി തെറിവിക്കുന്നത്. ഇവളാണെങ്കിൽ ഉടനെ തന്നെ ഡ്രൈവർക്ക് നേരെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഡ്രൈവറാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവളോട് സോറി പറഞ്ഞ ശേഷം ഇവൾക്ക് വേണേൽ കോമ്പൻസേഷനായിട്ട് പൈസയൊക്കെ കൊടുക്കാമെന്ന് പറയും. അവൾക്ക് പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ട് അവനോട് ചൂടായ ശേഷം ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകും. പിന്നീട് അവൾ വീട്ടിൽ വരുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡായിട്ടുള്ള അലക്സാണ്ടറിനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ ഈ വഴിക്ക് വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പേരിൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് അവളെ കാണിക്കും. കാരണം ഉടനെ തന്നെ കടമടച്ചില്ലായിരുന്നെങ്കിൽ ഇവരുടെ കിടപ്പാടം പോകുമായിരുന്നു. ഈ നോട്ടീസൊക്കെ വായിച്ച ശേഷം നീനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടം കൊണ്ട് മാറി കരയാൻ തുടങ്ങും. അന്നേരമാണ് അലക്സാണ്ടർ ഓടി വന്ന് അവളെ ആശ്വസിപ്പിക്കുകയും പിന്നീട് അവർ തമ്മിൽ അവളുടെ വിഷമമൊക്കെ മാറാൻ വേണ്ടി ബന്ധപ്പെടുകയും ചെയ്യുന്നത്. പിറ്റേ ദിവസം പിന്നെ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ആണെങ്കിലും ലെക്ചറാണെന്നും അതുപോലെ തന്നെ അവനാണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. അതേ ക്ലാസ്സിൽ തന്നെയാണ് നിന്നെ പഠിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം അലക്സാണ്ടർ ആണെങ്കിൽ നിന്നോട് പറയും ഇവർ ഈ ലോൺ എടുത്തേക്കുന്ന ആ ബാങ്കിൽ തന്നെയാണെങ്കിൽ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ജോലി വന്നിട്ടുണ്ട്, ഇവളോട് അത് പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയും. ഇവനാണെങ്കിൽ തൽക്കാലം കോളേജൊക്കെ കഴിഞ്ഞ ശേഷം ടൂറിസ്റ്റ് ഗൈഡായിട്ട് പൊക്കോളാന്നും കൂടെ പറയും. അങ്ങനെ നിന്നെയാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ബാങ്കിലേക്ക് ഇല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ അത്ഭുതപ്പെട്ട് പോകുന്നത്. കാരണം അതിൻ്റെ മാനേജറായിട്ടെങ്കിൽ ഇവൾ കഴിഞ്ഞ ദിവസം ഉടക്ക് പിടിച്ച കാർ ഡ്രൈവറായിരുന്നു. അവൻ്റെ പേരാണെങ്കിൽ സെർജി എന്നായിരുന്നു. അവൻ ഇവളെ കാണുമ്പോൾ തന്നെ പറയും ഇവളാണെങ്കിൽ ആ ജോലി കൊടുക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ ഇവളുടെ ഭാഗ്യത്തിന് അവനാണെങ്കിൽ ഇന്ന് സംസാരിക്കുമ്പോൾ ചൈനീസ് ആളുകൾ ഉടനെ തന്നെ വരികയും ചെയ്യും. അങ്ങനെ അവന് വേറൊരു വഴിയില്ലാതെ നിന്നെ തൽക്കാലം ജോലിക്ക് എടുക്കും. പിന്നീട് വന്ന ആളുകളായിട്ട് ഇവരാണെങ്കിൽ ഒരു കസിനോയിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരാണെങ്കിൽ ഗാംബ്ലിങ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ നിൽക്കുന്ന ചൈനീസ് ആളാണെങ്കിൽ ഇവളെ ഗാംബ്ലിങ് കളിക്കാൻ വേണ്ടി വിളിക്കും. ഇവൾ ആദ്യത്തെ 2 കളി കൊണ്ട് തന്നെ $7,000 സ്വന്തമാക്കും. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി 3ാമത്തെ കളിക്ക് ഇറങ്ങുമ്പോഴാണ് ആ വെച്ച് അത്രയും പൈസ അവൾക്ക് നഷ്ടപ്പെടുന്നത്. ഇവളുടെ ഈ കൈവൊക്കെ കണ്ട് സെർജിക്കാണെങ്കിൽ പതി ഇവളൊരു ഇൻട്രസ്റ്റ് തോന്നിട്ടാകും. അത് കഴിഞ്ഞാണ് ചൈനീസ് ആൾ ഒറ്റയ്ക്ക് ഗാംബ്ലിങ് കളിക്കുന്ന സമയത്ത് ഇവളും സെർജിയും കൂടെ തൽക്കാലം ഒരു ഔട്ടിങ്ങിന് പോകുന്നത്. അവനാണെങ്കിൽ അവളെ ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരും ഒന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇവളാണെങ്കിൽ പതിയെ അവളുടെ കടക്കേസൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ അവൻ എന്നൊന്നും താല്പര്യമില്ലാതെ സ്ട്രൈറ്റ് ഇവളോട് ചോദിക്കും ഇവൻ്റെ കൂട്ടത്തിൽ മുകളിലത്തെ പേഴ്സണൽ റൂമിലേക്ക് വരുന്നത്. ആദ്യം ഇവളൊന്ന് ഞെട്ടിപ്പോയിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. അന്നേരമാണ് ഇവനാണെങ്കിൽ അവളെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത് ഇവൻ്റെ നമ്പർ ഉണ്ടല്ലോ, എന്നാലും ഇവളുടെ മൈൻഡ് മാറുവാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന്. തിരിച്ച് വീട്ടിൽ വന്ന ശേഷമാണെങ്കിൽ അവളാണെങ്കിൽ അലക്സാണ്ടറിനോട് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തുടങ്ങും. ആ $7,000 കിട്ടിയതും അത് കഴിഞ്ഞ് അതാണെങ്കിൽ തിരിച്ച് ബെറ്റ് വെച്ച് പോയതുമൊക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അവൾ പ്രതീക്ഷിച്ചവളല്ലായിരുന്നു അലക്സാണ്ടറിൻ്റെ പ്രതികരണം. അവൻ ഉടനെ തന്നെ ചൂടായിട്ട് പറയും ഈ കടം കയറി നിൽക്കുന്ന സമയത്ത് ആ പൈസ ആ 2ാമത്തെ കളി ജയിച്ചപ്പോൾ തന്നെ മേടിക്കത്തില്ലായിരുന്നു. ഇവള് പറയും അപ്പോഴത്തേക്കിനും ഇവളൊരു അത്യാഗ്രഹിയാണെന്ന് ബോസ് ഓർക്കത്തില്ല എന്നൊക്കെ. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും സമ്മതിച്ച് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോഴാണ് ഇവള് ചോദിക്കുന്നത് കടവാന്ന് പറഞ്ഞ് ബോസ് കൂടെ കിടക്കാൻ വിളിച്ച് അതും ചെയ്യേണ്ടി വരുമെന്നൊക്കെ ചോദിക്കും. ഇവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് വീണ്ടും വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോഴത്തേനും അവൾക്ക് ശരിക്കും വിഷമമാകും. അവളോർക്ക് ഇവളിങ്ങനെ പറഞ്ഞിട്ട് പോലും അവനാണെങ്കിൽ ഇവളെ പറ്റി ഒരു കെയറുമില്ലല്ലോ എന്നൊക്കെ ഓർക്കും. ഇതേ സമയം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സെർജിയുടെ ഫാമിലിനെയായിരുന്നു. അവനാണെങ്കിൽ ഭാര്യയും കൊച്ചുമൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യയുടെ പേര് തമര എന്നായിരുന്നു. ഒറ്റനോട്ടത്തിൽ അവരൊരു ഹാപ്പി ഫാമിലിയാണെന്ന് കാണിക്കുമെങ്കിൽ പോലും അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒട്ടും ചേർച്ചയിലല്ലായിരുന്നു പൊക്കോണ്ടിരുന്നത്. കാരണം അവൻ്റെ ഭാര്യയാണെങ്കിൽ എപ്പോഴും ഇവനോട് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ഇവൻ്റെ ഫാമിലിയോട് കൂടെ ടൈമേ ചിലവഴിക്കുന്നില്ലാത്ത കാര്യം പറഞ്ഞ്. പിറ്റേ ദിവസം നിനെയാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ലാറയോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് അവൾ പറയും അവളാണെങ്കിൽ തൽക്കാലം സെർജി പറഞ്ഞ് ഓഫർ സ്വീകരിച്ചാലോ എന്ന് ആലോചിച്ചിരിക്കുവാന്ന്. ലാറയാണെങ്കിൽ ഇതിനെ എതിർക്കും. ലാറ പറയപ്പോഴത്തേക്കിനും അവനോട് ഫീലിംഗ് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവള് പറയും ഫീലിംഗ് ഒന്നും തോന്നിട്ടില്ല, പക്ഷേ ആ ഓഫർ മാത്രം സ്വീകരിക്കുന്നുള്ളെന്ന്. പിന്നീട് നിനെയാണെങ്കിൽ അടുത്ത ബാങ്കിൽ നിന്ന് നോട്ടീസുമായിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലുള്ള പ്രതികരണം അല്ലായിരുന്നു അവൻ്റെ അടുത്തൊന്നും. അവനാണെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ചൂടായിട്ട് ഇറങ്ങിപ്പോകും. അവൾക്കാണെങ്കിൽ ഈ കടക്കേസ് ഓർത്ത് പഠിത്തത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. ഏറ്റവും അവസാനം മറ്റൊരു വഴിയില്ലാതെ അവളാണെങ്കിൽ സെർജീനെ വിളിച്ച് അവൻ്റെ കൂട്ടത്തിൽ കിടക്കാൻ വരാമെന്ന് പറയും. അവനാണെങ്കിൽ പിന്നീട് അവളെയാണെങ്കിൽ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കും. അവർ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ഇവളാണെങ്കിൽ ആ കടക്കേസ് പറയുമ്പോഴത്തേക്കിനും അവൻ ഉടനെ തന്നെ ബാങ്കിലേക്ക് വിളിച്ച് ഇവരുടെ ജപ്തി മാറ്റി വെക്കുകയും അതുപോലെ തന്നെ 3 മാസത്തേക്ക് പലിശ പോലും മേടിക്കണമെന്നും പറയുന്നത്. അങ്ങനെ പ്രോബ്ലം സോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ പിന്നീട് ഇവൻ്റെ കൂടെ കിടക്കാനുള്ളതായിട്ട് ഒരു പേടിയൊക്കെ തോന്നി തുടങ്ങും. അന്നേരമാണ് സെർജി പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഇവനൊരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല, വേണമെങ്കിൽ തിരിച്ചു പോക്കോ, ഈ കടത്തിൻ്റെ കേസ് ഒന്നും ഓർക്കണ്ടെന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും എനിക്കാണെങ്കിൽ സെർജിയുടെ ഒരു വിശ്വാസ സ്നേഹമൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ അവളാണെങ്കിൽ അന്നത്തെ രാത്രി സെർജിയുടെ കൂടെ തന്നെ കിടക്കും. തിരിച്ച് ഇവളാണെങ്കിൽ കറക്റ്റ് സമയത്ത് അലക്സാണ്ടറിൻ്റെ അടുത്തിട്ട് വരുന്നുണ്ട്. അവനാണെങ്കിൽ സംശയമൊന്നും തോന്നത്തില്ലായിരുന്നു. അവനാണെങ്കിൽ ആ കടമൊക്കെ മാറ്റി സന്തോഷിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവളാണെങ്കിൽ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. ഇതേസമയം സെർജി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും തമരയ്ക്കാണെങ്കിൽ അവൻ്റെ ദേഹത്തു നിന്ന് പുതിയൊരു ലേഡി പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ അടിക്കും. അവൾ കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ തർക്കിക്കത്തൊന്നുമില്ലായിരുന്നു, ഉള്ള കാര്യം സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ വീട്ടിലും പുതിയതായിട്ട് പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. പിറ്റേന്ന് ഇവളാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ലാറയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സെർജി വീണ്ടും അവളെ വിളിക്കുന്നത്. അവൻ വിളിച്ചിട്ടാണെങ്കിൽ അവളെ വീണ്ടും ആ ഹോട്ടലിലേക്ക് ക്ഷണിക്കും. പക്ഷേ അവൾക്കാണെങ്കിൽ ചെറിയൊരു മടിയായിരുന്നു പോകാൻ. അവൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ കോൺഫിഡൻസോട് കൂടി തന്നെ 4 മണിക്ക് അവൻ അവിടെ വെയിറ്റ് ചെയ്തേക്കാന്ന് പറയും. അങ്ങനെ അവൻ്റെ കോൺഫിഡൻസ് കേൾക്കുമ്പോഴത്തേക്കിനും ഇവൾക്കും അവനോട് ഒരു വിശ്വാസം തോന്നിയിട്ട് ഇവൾ അതേ ഹോട്ടലിലേക്ക് തന്നെ ചെല്ലും. അവർ തമ്മിൽ അവിടെ
അവിടെ വെച്ച് കണ്ട ശേഷം അന്നും ബന്ധപ്പെടും. പിന്നീട് എല്ലാം കഴിഞ്ഞ് നിന്നെ പോകാൻ തുടങ്ങുമ്പോഴാണ് സെർജി ആണെങ്കിൽ വീണ്ടും അവളെ മറ്റൊരു ദിവസത്തിലേക്ക് ഇതേ സ്ഥലത്ത് തന്നെ വരാൻ വേണ്ടി പറഞ്ഞ് ക്ഷണിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ കൂടി വന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ ഇനിയാണെങ്കിൽ സെർജി കാണാൻ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴാണ് അവൻ അവിടെ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അതേസമയം സെർജി ആണെങ്കിൽ അവൻ്റെ മകന് ചെറിയ അസുഖം പിടിച്ചിട്ട് അവനെ ചികിത്സിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതായിരുന്നു. ഓരോ ദിവസം അവനെ മിസ് ചെയ്യുന്നതനുസരിച്ച് ഇവളുടെ ആണെങ്കിൽ മൂടെല്ലാം മാറി വരും. ആരോട് സംസാരിക്കാതെ അവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കാതെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകും. ഇത് ശ്രദ്ധിക്കുന്ന അലക്സാണ്ടർ ആണെങ്കിൽ അവളെയും കൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ വെച്ചാണ് ഡോക്ടർ ഇവനോട് പറയുന്നത് അവൾക്ക് പുതിയ കെയറും സ്നേഹമൊക്കെ കൊടുക്കാൻ പറയും. വീട്ടിൽ വന്ന ശേഷം അലക്സാണ്ടർ അവളോട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ തട്ടി മാറ്റിയ ശേഷം സെർജിയുമായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ പറയും. ഇതാണ് അവന് ശരിക്കും തളർത്തും. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളെ തല്ലിയ ശേഷം അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അവൾക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ലായിരുന്നുകൊണ്ട് അവൾ അന്ന് രാത്രി തന്നെ സെർജിയെ വിളിക്കും. സെർജി ആണെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യും. എന്നിട്ട് ഇവളോട് പറയും തൽക്കാലം അവിടെ താമസിക്കുക, ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാമെന്ന് പറയും. അവിടെ താമസം എന്ന് പറഞ്ഞാൽ അവളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ലാറേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. ലാറ വന്ന് ചോദിക്കും സെർജി ഇവളെ കല്യാണം കഴിക്കാൻ പോകണോ അതോ വെറും ഒരു ആഗ്രഹം തീർക്കാനുള്ള പാവം മാത്രമായിട്ടാണ് കാണുന്നത്. ഇവൾക്കും ആ കാര്യത്തിൽ ഡൗട്ട് കൊണ്ട് ഇവളാണെങ്കിൽ ഇതേ കാര്യം തന്നെ സെർജിയോട് ചോദിക്കും. അപ്പോഴത്തേക്കും സെർജി പറയും ഇവളാണെങ്കിൽ അവൻ്റെ ലൈഫ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയും. ഇതേസമയം നീന ജയിച്ച വിഷമത്തിൽ അലക്സാണ്ടർ ഭയങ്കരമായിട്ട് മദ്യത്തിന് അഡിക്റ്റായി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതേ അലക്സാണ്ടർ ആണെങ്കിൽ നിനയുടെ കൂട്ടുകാരിയായിട്ടുള്ള ലാറയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവും. കാരണം അവൾക്കാണെങ്കിൽ തുടക്കം തൊട്ട് ഇവനൊരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കോളേജിലൊക്കെ ഈ കാര്യങ്ങൾ സ്പ്രെഡ് ആയതുകൊണ്ട് ഇവനാണെങ്കിൽ ഭയങ്കര നാണക്കേടായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ ഒരിക്കൽ പോയി നിനയോട് കണ്ടിട്ട് തൽക്കാലം ഇവിടെ നമ്മളോട് മാറി നിൽക്കാൻ പറയും ഇവൻ്റെ ലൈഫിൽ ഇടപെടാതെ. പക്ഷെ അവളാണെങ്കിൽ കറക്റ്റ് ഒരു ആൻസർ ഒന്നും കൊടുക്കത്തില്ല. അന്ന് വൈകുന്നേരം അപ്പാർട്ട്മെൻറ്റിൽ നിന്നെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ കോളിമ്പല്ലടിക്കും. സെർജി ആണെന്നൊരു സന്തോഷത്തോടു കൂടി പോയി തുറക്കുമ്പോഴത്തേക്കും അത് അലക്സാണ്ടർ ആയിരുന്നു. അവനാണെങ്കിൽ അകത്തോട്ട് കയറിയിട്ട് പറയും ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ തിരിച്ച് വരാനൊക്കെ പറയും. കാരണം സെർജി ആണെങ്കിൽ ഇവളെ ഒരു ടോയ് മാത്രമായിട്ട് കാണുന്ന ഇവനെപ്പോലെ സ്നേഹിക്കത്തൊക്കെ ഇല്ലെന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ ഇതിനൊന്നും തയ്യാറാകത്തില്ലായിരുന്നു. അങ്ങനെ നിന്നെ എന്തൊക്കെ കാണിച്ചാലും വരത്തില്ലെന്ന് അലക്സാണ്ടറിന് മനസ്സിലാവും. ദേഷ്യം അലക്സാണ്ടർ ആണെങ്കിൽ അവളെ ബലമായിട്ട് പിടിച്ച് ഉപയോഗിച്ച് അവിടെ നിന്ന് പോകും. ഈ ചിലയും സെർജി വരുമ്പോഴത്തേക്കും അവളാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും. അതുപോലെ തന്നെ സെർജി കാരണം അവളെ പ്രഗ്നൻ്റ് ആണെന്നും പറയും. ഇത് കേൾക്കുന്ന സെർജി ആണെങ്കിൽ ഞെട്ടിപ്പോവും. എന്ത് തീരുമാനം എടുക്കണമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ പിന്നീട് അവൻ്റെ ഭാര്യയോട് നീ നടന്ന കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ അവൾക്കാണെങ്കിൽ ഒരു കൂസലില്ലായിരുന്നു. കാരണം ഇവൻ്റെ അവൈധ കേസെല്ലാം അവൾക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അവൾ പറയും അവരിപ്പോൾ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കപ്പിൾ പോലെ തന്നെയല്ലേ ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിക്കും. ഇതേ സമയത്ത് തന്നെ അലക്സാണ്ടറിനെ ആണെങ്കിൽ ആളുകളെ വിട്ട് സെർജി രാത്രി തല്ലിപ്പിക്കും. തിരിച്ച് വീട്ടിൽ വരുന്ന അലക്സാണ്ടറിൻ്റെ കൂടെ ലാറ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവനാണെങ്കിൽ കോളേജിലേറ്റ അപമാനങ്ങളൊക്കെ കാരണം സെർജിയോട് ഭയങ്കരമായിട്ട് വൈരാഗ്യം വരും. അന്ന് തന്നെ അവൻ സെർജിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. പിന്നീട് അവൻ സെർജി വരുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവനെ കൊല്ലാൻ വേണ്ടി കത്തി വടിച്ചാലും അന്നേരമാണ് പെട്ടെന്ന് നീന കയറി ഇടപെടുന്നതും അവനെ സമാധാനിപ്പിക്കുന്നതും. അവൾ അലക്സാണ്ടറിനോട് പറയും എല്ലാത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പിന്നീട് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുള്ള സീനാണ്. ഇപ്പോഴാണെങ്കിൽ നിനയാണെങ്കിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നു. സെർജി ആണെങ്കിൽ നിനയുടെയും തമരയുടെയും കാര്യങ്ങൾ നോക്കി 2 ഫാമിലി ലൈഫും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അലക്സാണ്ടർ ആണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ലാറയുടെ കൂടെയും ജീവിച്ചു പോകും. അങ്ങനെ ഒരിക്കലാണ് നിനയും അലക്സാണ്ടറും കൂടെ ഒരു ബിസിനസ് പാർട്ടിയുടെ ഇടയിൽ വെച്ച് കാണുന്നതും. അങ്ങനെ അവർ രണ്ടും അവിടെ വെച്ച് സംസാരിക്കും. അവിടെ വെച്ച് അലക്സാണ്ടർ ആണെങ്കിൽ നിനയോട് വീണ്ടും അവർക്ക് 2 പേർക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കിനും നീന ലാറയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും അവളേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇവളാന്ന് പറയും. അങ്ങനെ നിനയും അലക്സാണ്ടറും കൂടെ അവിടെ റൂമിൽ പോയി വീണ്ടും ബന്ധപ്പെടും. അത് കഴിയുമ്പോഴത്തേക്കും അലക്സാണ്ടർ വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് ഇവളെ ക്ഷണിക്കുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ നോ പറഞ്ഞിട്ട് പറയും ഇതായിരിക്കും ലാസ്റ്റായിട്ട് ഇവർ ബന്ധപ്പെടുന്നതെന്ന് പറയും. അതുപോലെ തന്നെ അവളെ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാനും തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ഈ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കിനും നിനയാണെങ്കിൽ ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കും.